ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്ക് ഇന്ന് ഫിറ്റിംഗ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒബ്റ്റെയിൻ ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫിറ്റിംഗ് ഓഫ് നോർമൽ കർവെന്നോ നോർമൽ ഡിസ്ട്രിബ്യൂഷനോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്: 50, 59, 60, 69, 70, 79, 80, 89, 90, 99, 100, 109 ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് തന്നിരിക്കുന്നത്. ഫ്രീക്വൻസി 0, 6, 30, 70, 230, 350, 220, 65, 25, 4. അങ്ങനെ ടോട്ടൽ ഫ്രീക്വൻസി 1000 ആണ്. അപ്പോൾ നമുക്കറിയാം എന്നാ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. നമുക്ക് മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എഴുതുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ക്ലാസ്സും ഫ്രീക്വൻസി എഴുതുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് 50, 59 ആണ് തന്നിരിക്കുന്നത് അല്ലേ? then നമുക്ക് അടുത്ത് തുടങ്ങുന്നത് 60, 69 ആണ്. എന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്നത് ഇൻക്ലൂസീവ് സീരീസ് ആണ് തന്നിരിക്കുന്നത്. ഇൻക്ലൂസീവ് സീരീസ് നമുക്ക് എക്സ്ക്ലൂസീവ് സീരീസ് ആയിട്ട് മാറ്റണം. എന്ന് വെച്ചാൽ നമുക്കിവിടെ 50, 59 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് വന്നാൽ അടുത്ത 59 തൊട്ട് തുടങ്ങേണ്ടതായിരുന്നു. അപ്പോൾ 59 തൊട്ട് തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് തന്നിരിക്കുന്ന ഇൻക്ലൂസീവ് സീരീസ് ആണ്. ഇത് നമുക്ക് എക്സ്ക്ലൂസീവ് സീരീസ് ആയിട്ട് മാറ്റണം. നിങ്ങളിത് പണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം അതുപോലെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ക്ലാസ് കണ്ടുപിടിക്കണം അല്ലേ? ക്ലാസ് കണ്ടുപിടിക്കണം. ക്ലാസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നോക്കുക, ഈ കേസിൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നോക്കുക. ലോവർ ലിമിറ്റ് 50, അപ്പർ ലിമിറ്റ് 59 ആണ് അല്ലേ? ഒരു ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നോക്കുക. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് വേണം നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റായിട്ട് വരേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ 59 ആയിരുന്നു, ഇവിടെ നമുക്ക് 59 ആയിട്ട് വരേണ്ടത്. അങ്ങനെ വരുന്നില്ലാത്തത് കൊണ്ട് അപ്പോൾ നമ്മളിതിനെ ഇൻക്ലൂസീവ് സീരീസിനെ എക്സ്ക്ലൂസീവ് സീരീസ് ആക്കി മാറ്റാൻ വേണ്ടി ഈ ഈ അപ്പർ ലിമിറ്റും ഈ ലോവർ ലിമിറ്റും കൂടി, എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും കൂടെ നോക്കുക. അതിൻ്റെ ഡിഫറൻസ് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 60 - 59 അല്ലേ? ഒന്നല്ല എൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഒന്നാണ് ഇതിൻ്റെ ഡിഫറൻസ്. ആ ഒന്നിൻ്റെ പകുതി ആവറേജ് എടുക്കുക. എന്ന് വെച്ചാൽ ഈ രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് അതിൻ്റെ നമ്മൾ ആവറേജ് അല്ലെങ്കിൽ പകുതി എടുക്കുക. ഒന്നിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? 0.5. ഒന്നിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ആ 0.5നെ ഈ ലോവർ ലിമിറ്റിൻ്റെ നിന്ന് ലെസ് ചെയ്യണം, അപ്പർ ലിമിറ്റിൽ നിന്ന് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ നോക്കുക, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെയുള്ള ഈ ഇൻക്ലൂസീവ് സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എക്സ്ക്ലൂസീവ് സീരീസ് ആയിട്ട് മാറ്റണം. അങ്ങനെ മാറ്റാൻ വേണ്ടി ഈ ആദ്യത്തെ ക്ലാസ് എടുക്കുക. ആദ്യത്തെ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഫിഗർ അപ്പർ ലിമിറ്റ് എടുക്കുക. തൊട്ട് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എടുക്കുക. ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ ഡിഫറൻസ് നോക്കുക. ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ 1ൻ്റെ പകുതി എടുക്കുക. 1ൻ്റെ പകുതി എന്ന് പറയുന്നത് 0.5 ആണ്. ഇനി ഈ 0.5 ഈ ലോവർ ലിമിറ്റിൽ നിന്ന് ലെസ് ചെയ്യുക, അപ്പർ ലിമിറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക. എല്ലാ ക്ലാസ്സിലും അതുപോലെ തന്നെ ചെയ്യുക. ലോവർ ലിമിറ്റിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ആവറേജ് ലെസ് ചെയ്യുക, അപ്പർ ലിമിറ്റിൽ നിന്ന് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 50ൽ നിന്ന് 0.5 കുറച്ചാൽ 49.5 കിട്ടും അല്ലേ? 59ൽ നിന്ന് 0.5 ആഡ് ചെയ്താൽ 59.5 കിട്ടും. ദെൻ 60ൽ നിന്ന് 0.5 ലെസ് ചെയ്ത് എത്ര വരും? 59.5. 69ൽ നിന്ന് 0.5 ആഡ് ചെയ്താൽ 69.5 കിട്ടും. നമുക്ക് ഇതുപോലെ കിട്ടും. എന്ന് വെച്ചാൽ നമുക്കിവിടെ നോക്കി കണ്ടിന്യൂസ് സീരീസ് അല്ലേ കിട്ടുന്നത്. നോക്കിയേ 49.5 to 59.5. ദെൻ നമുക്ക് നെക്സ്റ്റ് 59.5 to 69.5 അല്ലേ? ദെൻ 69.5 to 79.5 അങ്ങനെ നമുക്ക് ഉള്ള ക്ലാസ് കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ ഇത്രയും ചെയ്താൽ മതി. ഇവ തമ്മിലുള്ള ഈ അപ്പർ ലിമിറ്റും ഈ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണുക, അതിൻ്റെ പകുതി കാണുക അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് കാണുക. ആവറേജ് എത്രയാണോ അത് എല്ലാ ലോവർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കുക, എല്ലാ അപ്പർ ലിമിറ്റിൽ നിന്ന് കൂട്ടുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്ലാസ് കിട്ടും. എന്നിട്ട് ഈ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എക്സ് വേണം നമുക്ക്. എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കറിയാം എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ 49.5 + 59.5 / 2 അല്ലേ?
അതിൻ്റെ ആവറേജ്, ഈ രണ്ട് ക്ലാസ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നതാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 54.5. ദെൻ ഇവിടുത്തെ എക്സ് എത്ര വരുന്നത്? 59.5 പ്ലസ് 69.5 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 64.5. അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആവറേജ്, ഈ രണ്ട് അപ്പർ ലിമിറ്റിൻ്റെ ലോവർ ലിമിറ്റിൻ്റെ അപ്പർ ലിമിറ്റിൻ്റെ ഓരോ ക്ലാസ്സിലുള്ള ലോവർ ലിമിറ്റിൻ്റെയും അപ്പർ ലിമിറ്റിൻ്റെയും ആവറേജ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എക്സ് കിട്ടും. എക്സ് ദെൻ നമുക്ക് ഫസ്റ്റ് മീനാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, മീൻ ഓർ മ്യൂ. മീൻ എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് തന്നെയാണ്. സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. അപ്പോൾ നമുക്ക് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എഫ് എക്സ് വേണം അല്ലേ? എഫ് എക്സ്, ഈ എഫും ഈ എക്സും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഫ് എക്സ് കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ ഈ എഫ് ഇല്ലേ, ഈ എഫും ഈ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 0 × 54.5 that is 0. Then 6 × 64.5 that is 387. 30 × 74.5 that is 2235. അങ്ങനെ എഫ് എക്സ് കണ്ടുപിടിക്കുക. ദെൻ എന്ത് ചെയ്യുക? എഫ് എക്സ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ എഫ് എക്സ് കിട്ടും. എഫ് എക്സിൻ്റെ ടോട്ടൽ സിഗ്മ എഫ് എക്സ് ദാറ്റ് ഈസ് 1,04,070 കിട്ടും. നമുക്ക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 1,04,070 ആണ്. ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നത് 1,000 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 104.07 കിട്ടി അല്ലേ? 104.07 കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുക. റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സിഗ്മ എഫ് എക്സ് സ്ക്വയർ വേണം. എഫ് എക്സ് സ്ക്വയർ. അപ്പോൾ എഫ് എക്സ് സ്ക്വയർ കിട്ടണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. അടുത്ത് ഫസ്റ്റ് നമുക്ക് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ എക്സ് കണ്ടുപിടിച്ചിട്ടില്ലേ? എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. 54.5ൻ്റെ സ്ക്വയർ 54.5 × 54.5 ദാറ്റ് ഈസ് 2970.25. ദെൻ 64.5ൻ്റെ സ്ക്വയർ അതെങ്ങനെ കണ്ടുപിടിക്കാം? 64.5 × 64.5 ദാറ്റ് ഈസ് 4160.25. അങ്ങനെ ഇവിടുത്തുള്ള എക്സിൻ്റെ എല്ലാം സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ കിട്ടും അല്ലേ? എക്സ് സ്ക്വയർ. ഇനി നമുക്ക് എഫ് എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. എഫ് എക്സ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ എഫ് ഉണ്ടല്ലേ? എഫ്, ഈ എഫും നമ്മൾ കണ്ടുപിടിച്ച എക്സ് സ്ക്വയറും കൂടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ എഫും എക്സ് സ്ക്വയറും. അപ്പോൾ എങ്ങനെയാണ്? 0 × 2970.25 ദാറ്റ് ഈസ് 0. ദെൻ നെക്സ്റ്റ് അടുത്തെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 6 അല്ലേ? 6 × എഫ് എക്സ് എക്സ് സ്ക്വയർ എത്രയാണ്? 4160.25 അല്ലേ? ഇവിടുത്തെ എഫ് എക്സ് സ്ക്വയർ ആണ്. എഫ് എന്ന് പറയുന്നത് ഇത്, എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതല്ല. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 24,961.5. അടുത്തെങ്ങനെ കണ്ടുപിടിക്കുക? 30 അല്ലേ? 30 × എക്സ് സ്ക്വയർ എത്രയാണ്? 5,550.25. അപ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 1,66,507.5. അങ്ങനെ നമ്മൾ എഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. ഈ എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ. ഈ എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ സിഗ്മ എഫ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന 1,994,880 അല്ലേ? 1,09,94,850 സിഗ്മ എഫ് എക്സ് സ്ക്വയർ കിട്ടുന്നത്. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. സിഗ്മ എഫ് എക്സ് സ്ക്വയർ അപ്പോൾ ഇപ്പം കണ്ടുപിടിച്ച ആ ഫിഗർ എഴുതുക അല്ലേ? ഇവിടെ കണ്ടുപിടിച്ച 1,09,94,880 ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്ന 1,000 ആണ്. മൈനസ് സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ ആണ്. സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ നമ്മൾ കണ്ടുപിടിച്ചു. സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ 104.07 ആണ് അല്ലേ? 07 ആണ്. അപ്പോൾ നമ്മൾ 104.07ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12.82 കിട്ടും. 12.82. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12.82. ഇതായത് നമ്മൾ കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അല്ലേ? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. കാര്യം നമ്മൾ ഇതുപോലെ ടേബിളായിട്ട് വരയ്ക്കും. ഞാൻ ടേബിളായിട്ട് കോളം വരച്ചിട്ടില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ കോളമൊക്കെ ആയിട്ട് വൃത്തിക്ക് വരയ്ക്കണം. നമ്മൾ ആദ്യമേ എക്സ് എഴുതുക. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇസഡിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഏരിയ ഫ്രം ടേബിൾ നമ്മൾ ഇസഡിൻ്റെ വാല്യൂവിൻ്റെ ആ ലോഗരിതം ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ദെൻ പി ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഏരിയ ഫോർ ഇൻ്റർവെല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ നമുക്ക് പി ഓഫ് എക്സ് ഇൻറ്റു എൻ, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയെ പി ഓഫ് എക്സ് ഇൻറ്റു എൻ ഇത്ര നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ഫസ്റ്റ് എക്സ്, അപ്പോൾ നമ്മൾ എക്സ് എഴുതുമ്പോൾ
നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പിന്നെ കണ്ടിന്യൂസ് സീരീസ് ഇല്ലേ, എക്സ്ക്ലൂസീവ് സീരീസ് ആയിട്ട് നമ്മൾ മാറ്റിയില്ലേ, അതിനകത്തുള്ള ഓരോ ഐറ്റവും നമ്മൾ എടുക്കണം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റിൽ ഓരോ ഐറ്റം നമ്മൾ എടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെ 49.5 ഉണ്ട്, 59.5 ഉണ്ട്, 69.5 ഉണ്ട്. അങ്ങനെ ഏതൊക്കെ ഐറ്റം ആണോ ഉള്ളത് അതെല്ലാം നമ്മൾ എടുക്കണം. എന്ന് വെച്ചാൽ 149.5 വരെ എടുക്കുക. 49.5 മുതൽ നമുക്ക് 149.5 വരെയുള്ള ആ ഓരോ എക്സും അല്ലെങ്കിൽ ഓരോ ഐറ്റവും എടുക്കുക. അങ്ങനെ നമ്മൾ 49.5, 59.5, 69.5 അങ്ങനെ 149.5 വരെ നമ്മൾ എക്സ് എടുത്തു. ഇനി ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ. എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ. മ്യൂ എന്ന് പറയുന്നത് മീനാണ്, സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അപ്പോൾ നമ്മൾ ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ എല്ലാം ഈ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോമൺ ആണ് അല്ലേ, എക്സിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ എങ്ങനെ വരുന്നത്, എക്സ് എന്ന് പറയുന്നത് 49.5 മൈനസ് മ്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു, അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് 104.07 അല്ലേ, 07 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12.82 അപ്പോൾ നമുക്ക് കിട്ടുന്നത് -4.26 വരും. അടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുന്നത്, അടുത്ത എക്സ് എന്ന് പറയുന്നത് 59.5 ആണ്. അപ്പോൾ 59.5 മൈനസ് 104.07 ഡിവൈഡ് ബൈ 12.82 അപ്പോൾ -3.48. അങ്ങനെ നിങ്ങൾ ഈ ഇതിവിടെ എല്ലാത്തിൻ്റെ ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് ഈസിക്കൽ ടു ഇവിടുത്തെ ഐറ്റം ഉപയോഗിച്ചുകൊണ്ട് ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഇസഡിൻ്റെ വാല്യൂ കിട്ടുന്ന ഇവിടെ നോക്കാം, -4.26 കിട്ടും, -3.48, -2.70, -1.92, -1.14, -0.36. ദെൻ ഇങ്ങോട്ട് പോസിറ്റീവ് ഫിഗറാണ് കിട്ടുന്നത്, 0.42, 1.20, 1.98, 2.76, 3.54 കിട്ടും. ഇങ്ങനെ നമുക്ക് എന്താ എക്സിൻ്റെ വാല്യൂ നമുക്ക് എക്സിൻ്റെ അല്ല ഇസഡിൻ്റെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് ഇസഡിൻ്റെ വാല്യൂ നമുക്ക് ഈ ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇസഡിൻ്റെ ഈ വാല്യൂവിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം 4.26 കണ്ടുപിടിക്കുമ്പോൾ 4.26ൻ്റെ വാല്യൂ നമുക്ക് ലോഗരിതം ടേബിളെ നോക്കിയാൽ കിട്ടത്തില്ല അല്ല, അതിൻ്റെ വാല്യൂ അതിനകത്ത് തന്നിട്ടില്ല. നമുക്ക് 4.26ൻ്റെ വാല്യൂ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളവിടെ ഒന്നും എഴുതണ്ട, അതിൻ്റെ വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് വാല്യൂ ഇല്ലാതെ, കാരണം നമുക്ക് ലോഗരിതം ടേബിളിൽ നോക്കി അതിൻ്റെ വാല്യൂ കിട്ടത്തില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ചുമ്മാ എംപ്റ്റി ആയിട്ട് എഴുതുക. അടുത്ത് നിങ്ങൾക്ക് ഈ ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയത്തില്ലാത്തവർ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ വീഡിയോ നോക്കുക എങ്ങനെയാണ് ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പോൾ അടുത്ത് നോക്കുക, -3.48 ആണ്, -3.48. അപ്പോൾ നമ്മൾ മൈനസ് ഫിഗർ അവിടെ എടുക്കുന്നില്ല, 3.48 വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. 3.48ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 0.49975 കിട്ടി. 2.70യുടെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ 1.92ൻ്റെ എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇസഡിൻ്റെ വാല്യൂവിൻ്റെ എല്ലാം ഏരിയ കണ്ടുപിടിക്കുക. നമുക്ക് കണ്ടുപിടിക്കുന്നത് പി ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഏരിയ ഫോർ ഇൻ്റർവൽ ആണ് കണ്ടുപിടിക്കുന്നത്. ഏരിയ ഫോർ ഇൻ്റർവൽ കണ്ടുപിടിക്കുമ്പോൾ ഈ ആദ്യത്തെ കേസിൽ ഏരിയ കാണുകയില്ല അല്ലേ, കാരണം ഇവിടെ ഒന്നും നമുക്കിവിടെ വാല്യൂ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഏരിയ കാണുകയില്ല. അടുത്തതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നോക്കുക, ഏരിയ ഫോർ ഇൻ്റർവൽ കണ്ടുപിടിക്കുക. നമ്മൾ ഫസ്റ്റ് കേസ് നമ്മൾ 0.5 എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ, 0.50 എടുക്കണം. കാരണം നമ്മൾ ഈ നോർമൽ കർവ് വരയ്ക്കുമ്പം രണ്ട് സൈഡിലേക്കും പോസിറ്റീവ് സൈഡും ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട് അല്ലേ, ഓരോ സൈഡിലേക്കുള്ള ഫുൾ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.5 ആണ്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പ്രോബിലിറ്റി 0.5 ആണ്, റൈറ്റ് സൈഡിലേക്കുള്ള പ്രോബിലിറ്റി 0.5 ആണ്. അപ്പോൾ നമുക്ക് ഓരോ സൈഡിലേക്കുള്ള ടോട്ടൽ പ്രോബിലിറ്റി ആയ 0.50 എടുക്കുക. അപ്പം 0.50 നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ 0.50 നിന്ന് വെച്ചാൽ നമുക്ക് ഈ ഫസ്റ്റ് ഫിഗറായ എന്ന് വെച്ചാൽ 0.49975 ലെസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് കേസിൽ ഇവിടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും വാല്യൂ ഇല്ല. ഓക്കെ, ഇവിടെ വാല്യൂ ഇല്ല. ദെൻ ഇവിടെ നോക്കുക, 0.49975 ഇവിടെയുള്ള രണ്ടാമത്തെ വാല്യൂ അല്ലേ, എന്ന് വെച്ചാൽ ഇവിടെ 0.5 നിന്ന് 0.5 എടുക്കുക, അതിൽ നിന്ന് 0.49975 കുറയ്ക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് 0.0025 കിട്ടും. അടുത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്, ഈ 0.49975 നിന്ന് 0.4965 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.00325 കിട്ടും. അടുത്തെങ്ങനെ കണ്ടുപിടിക്കുന്നത്, 0.4965 നിന്ന് 0.4726 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 0.2
0.0239 കിട്ടും. അടുത്തെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 0.4726 നിന്ന് 0.3729 കുറയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 0.0997 കിട്ടുന്നു. നമുക്ക് അടുത്തെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അടുത്തത് 0.3729 നിന്ന് 0.1406 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 0.2326 കിട്ടുന്നു. ഇനി നോക്കുക, ഇവിടം വരെ മൈനസ് വാല്യൂ ഉള്ളൂ. ഇനി അടുത്ത പോസിറ്റീവ് ഫിഗറാണ് അല്ലേ? ഇസഡിൻ്റെ വാല്യൂ നോക്കുക. ഇവിടം വരെ മൈനസ് വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ, ഇനി പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നത്. ഇപ്പോൾ ഒരു മൈനസും പോസിറ്റീവും വരുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കേസിൽ ഈ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ, ഈ ഏരിയയുടെ ഇൻ്റർവെൽസ് കണ്ടുപിടിക്കുമ്പോൾ രണ്ടും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടുന്ന് ഈ മൈനസ് വരെയുള്ളത് ഫിഗർ എന്ന് വെച്ചാൽ വലിയ ഫിഗറിൽ നിന്ന് ചെറിയ ഫിഗർ ലെസ് ചെയ്യുക. വലിയ ഫിഗർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെയായിരിക്കും, ചെറിയ ഫിഗർ താഴ്ത്തിയായിരിക്കും. അപ്പം വലിയ ഫിഗറിൽ നിന്ന് ചെറിയ ഫിഗർ ലെസ് ചെയ്യുക. എന്നിട്ട് ഒരു മൈനസും പോസിറ്റീവും വരുന്ന എന്ന് വെച്ചാൽ സെൻട്രലായിരിക്കും മിക്കവാറും വരുന്ന ആ ഫിഗർ എത്തുമ്പം ആ രണ്ടിൻ്റെയും കൂടെ ഏരിയ നമ്മൾ ആഡ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ 0.1628 പ്ലസ് 0.1406 അല്ലെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക. നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 0.3034 കിട്ടും. 0.3034 കിട്ടും. അടുത്ത ഏരിയ കണ്ടുപിടിക്കണം. അടുത്ത ഏരിയ ഇവിടെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വലിയ ഫിഗർ എന്ന് പറഞ്ഞാൽ താഴത്തെയാണ് അല്ലേ? ഇതിൻ്റെ താഴത്തെ ഫിഗറാണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴത്തെ ഫിഗറിൽ നിന്ന് ഇവിടെ നോക്കാം. 0.4761 നിന്ന് 0.3849 നമ്മൾ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.0912 കിട്ടും. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 0.3849 നിന്ന് 0.1628 കുറയ്ക്കുക. എന്നിട്ട് താഴത്തെ ഫിഗറിൽ നിന്ന് മുകളിലത്തെ ഫിഗർ കുറയ്ക്കുക. ഇനി ഇവിടെ കിട്ടുക. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ കേസിൽ 0.4971 കേസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 0.4971 മൈനസ് 0.4761. അതാണ് ഇവിടുത്തെ കേസിൽ എങ്ങനെയാണ്? 0.4998 മൈനസ് 0.4971. ഈ രീതിയിൽ നിങ്ങൾ പി ഓഫ് എക്സ് അല്ലെങ്കിൽ ഏരിയ ഫോർ ഇൻ്റർവെൽ കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ ഈ മൈനസ് വരെയുള്ള കേസിൽ മുകളിലത്തെ സംഖ്യയിൽ നിന്ന് താഴത്തെ സംഖ്യ കുറച്ച് വരിക. എന്നിട്ട് ഈ മൈനസും പ്ലസും കൂടെ വരുന്ന കേസിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. പിന്നെ താഴോട്ട് വരുമ്പം വലിയ സംഖ്യയിൽ നിന്ന് വേണം ചെറിയ സംഖ്യ കുറയ്ക്കാൻ. എപ്പോഴും വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. അപ്പം നമുക്ക് പി ഓഫ് എക്സ് കിട്ടും. നമുക്ക് പി ഓഫ് എക്സ് ഇൻറ്റു എൻ ആണ് അല്ലേ? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി ഓഫ് എക്സ് ഇൻറ്റു എൻ ആണ്. പി ഓഫ് എക്സ് ഇൻറ്റു എൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പി ഓഫ് എക്സ് നമുക്കിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ് അല്ലേ? അപ്പം ഇതിനെ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഇവിടെ 0.0025 ഇൻറ്റു 1000 ദാറ്റ് ഈസ് 0.25. then 0.00325 into 1000 that is 3.25. then 0.0239 into 1000 that is 23.9. അങ്ങനെ നമ്മൾ ഈ പി ഓഫ് എക്സ് ഇൻറ്റു എൻ കൊണ്ട് പി ഓഫ് എക്സിനെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 999.8 കിട്ടും അല്ലേ? 999.8 കിട്ടും. ഒരു 0.2 ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഏകദേശം നമുക്ക് 1000 അടുത്ത് തന്നെ കിട്ടി. എന്ന് വെച്ചാൽ ഈ കിട്ടുന്ന ആൻസർ പി ഓഫ് എക്സ് ഇൻറ്റു എൻ എന്ന് പറയുന്നത് 1000 അല്ലെങ്കിൽ 1000 അടുത്തുള്ളൊരു ഫിഗറോ കിട്ടിയിരിക്കണം. എങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ.